നമ്മൾ ഇന്ന് ഓവനില്ലാതെ ഒരു അടിപൊളി ചിക്കൻ ടിക്കയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ നല്ല മാംസമുള്ള പീസസ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 500 ഗ്രാമാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇതൊക്കെ കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇന്ന് ഈ ബട്ടറിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളല്ലാതെ വേറെ ഓയിലൊന്നും ചേർക്കണില്ല. നമുക്ക് ബട്ടർ ചെറിയൊരു കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല മാംസമുള്ള ചിക്കൻ പീസസാണ്. നമ്മൾ തീരെ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ പീസസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരുപാട് വലുതാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഈ വലിപ്പത്തിലും കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ മാത്രമേ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിടാനായിട്ട് പാടുള്ളൂ. ചിക്കൻ പീസസ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മറച്ചിടുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കി നോക്കാം. മൂടി തുറന്ന ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം വെന്തുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ഇതിൽ ഈ ബട്ടറിൽ കിടന്നിട്ട് കറക്റ്റായിട്ട് ഒന്നും കൂടി വെന്ത് കിട്ടണം. അപ്പോൾ ഇനി മൂടി തുറന്നിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഇനി രണ്ടാമത് നമുക്ക് മൂടി വെക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ബട്ടറിലൊക്കെ കിടന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ടിക്കയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളും എഴുതുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വിഭവവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.